പ്രിയരെ നമസ്കാരം. ഇത് ഊരമന ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മാസം തോറും നടത്താറുള്ള കാർത്തികോത്സവത്തിൻ്റെ ഭാഗമായി ഇന്ന് കർക്കിടക മാസ കാർത്തികോത്സവത്തിനോടനുബന്ധിച്ച് ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നതിൻ്റെ രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗം കമൻറ്റിൽ ലിങ്കിൽ കൊടുക്കാം. പച്ചിലകൾ കഴുകി അരിഞ്ഞ് അരച്ച് പിഴിഞ്ഞാണ് കഞ്ഞിയിൽ ചേർക്കുന്നത്. വീടുകളിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ സാധനങ്ങളും മരുന്നുകളും കുറച്ച് മതി. ഊരമന പറമ്പറക്കാട്ട് ഓമന രാജപ്പൻ ഓമന ചേച്ചി നമ്മളോട് അതേപ്പറ്റി പറയും. മരുന്നുകഞ്ഞി ഉണ്ടാക്കാനുള്ള മരുന്നുകളൊക്കെ പറിച്ചുകൊണ്ട് വരികയെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കർക്കിടക മാസത്തിലേ കാണുന്നതായ പച്ചകളൊക്കെ മരുന്നുകളാണ്. ഒരു 10-51 കൂട്ടം മരുന്നുകൾ പറിച്ചാലും കുഴപ്പമില്ല, അത് നല്ലതാണ്. പിന്നെ പറിച്ചുകൊണ്ട് നല്ലോണം കഴുകി വാരി എടുത്തതിന് ശേഷം മുറുക്കിയെടുക്കുക, അറിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ കഴുകി വാരി നല്ലോണം മിക്സിയിലിട്ട് അരയ്ക്കുക. നല്ലോണം അരച്ച് ഒരു പാത്രം പൊട്ടി വെച്ചിട്ട് എല്ലാം അരച്ച് തീരുമ്പോൾ കലക്കി വാരി അത് പിഴിഞ്ഞ് അരച്ചെടുത്ത് പിന്നെ അതിന് മുമ്പ് ഉണക്കലരിയും ഉലുവയും ആശാളിയും കൂടെ അടുപ്പത്ത് വെക്കണം. ആ അടുപ്പത്ത് വെച്ച് അത് വെന്തുകൊണ്ടിരിക്കും. അപ്പം ഈ പിഴിഞ്ഞെടുത്ത മരുന്നുകൾ പിഴിഞ്ഞെടുത്ത വെള്ളം കൊണ്ടുവന്ന് അതിലേക്ക് ഒഴിക്കുക. നല്ലോണം കഴുകി വാരി നല്ലോണം ഒഴിച്ചതിന് ശേഷം ജീരകം ഇടണം. പിന്നെ അങ്ങാടി മരുന്ന് ഒരു കൂട്ടം ഈ കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നത് ഇട്ടാലും നല്ലതാണ്, ഞങ്ങൾ ഇടാറുണ്ട്. എന്നിട്ട് തേങ്ങ ഒരു തേങ്ങയോ 2 തേങ്ങ നമ്മുടെ ഇഷ്ടമനുസരണം തേങ്ങ ചിരണ്ടി ചേർത്ത് പിന്നെ നല്ലോണം അടുത്ത് വെന്തതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ എടുത്ത് നമ്മൾ കഴിക്കുക. അരിയും ഉരുവിയും ആശാലിയൊക്കെ വെന്തതിന് ശേഷം ഈ പച്ചമരുന്ന് നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് ആ വെള്ളം അങ്ങോട്ട് ഒഴിക്കുക. അതുകൊണ്ടൊക്കെയാണ് ഇത് വേവിക്കേണ്ടത്. പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി മൂലം അരിയും ഉരുവിയും ആശാലിയും കൂടെ നേരത്തെ അടുപ്പിൽ വെച്ചു. ഇനി ഈ മരുന്ന് അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ജീരകം ഇട്ട് തേങ്ങയും ചിരണ്ടിയിട്ട് ഇളക്കി പിന്നെ പറ്റിച്ച് വാങ്ങിയതിന് ശേഷം കഴിക്കാം. പൊടിയരി, ആശാളി, ഉലുവ, ജീരകം, നാളികേരം ചിരവിയത്, അല്പം നെയ്യ്, ഇടിച്ചു പിഴിഞ്ഞ പച്ചില മരുന്നുകൾ എല്ലാം ചേർത്ത് വറ്റിച്ചെടുത്താൽ ഔഷധക്കഞ്ഞി റെഡി. വീടുകളിൽ നമ്മൾ ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നുവെങ്കിൽ പച്ചില മരുന്നിൽ വേണം അരി വേവിച്ചെടുക്കാൻ. കൂടുതൽ പേർക്കായി തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു രീതി സ്വീകരിച്ചത്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കാം, ഈ രണ്ടാം ഭാഗം കാഴ്ചകൾ കാണുന്നവർ ഒന്നാം ഭാഗം കൂടി കാണുവാൻ മറക്കരുത്. തീർച്ചയായും അതൊരു മുതൽക്കൂട്ടായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.